ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീറാം. വാൽമീകി രാമായണം കിഷ്കിന്ധാകാന്ഡം. വസന്തകാലത്തിൻ്റെ മനോഹര ദൃശ്യങ്ങളാൽ അലംകൃതമായ പമ്പാതടം സീതയോടുകൂടി ആസ്വദിച്ച പ്രേമലീലകളുടെ സ്മരണകൾ ഉണർത്തി രാമനെ അതീവ ഖിന്നനാക്കി തീർത്തു. സീതയെക്കുറിച്ചു തന്നെ അവിരാമം ചിന്തിച്ചുകൊണ്ടിരുന്ന രാമന് സന്ദേഹമുണ്ടായി. തന്നിൽ നിന്ന് വേർപിരിഞ്ഞ സീത ജീവിച്ചിരിക്കുന്നുണ്ടാവുമോ, പ്രത്യേകിച്ചും ഈ വസന്ത ഋതുവിൽ? മനസ്താപം സഹിക്കവയ്യാതെ രാമൻ കഠിനവിലാപം ചെയ്തു. അല്ലയോ ലക്ഷ്മണ, ഈ ചൈത്രമാസത്തിൽ അഗാധ നീലിമയാർന്നു കിടക്കുന്ന പമ്പാതടത്തിൻ്റെ അഴക് കണ്ടുവോ? ഇത് പ്രേമത്തിൻ്റെ ഋതുവാണ്. എല്ലാ വൃക്ഷങ്ങളും പുഷ്പഫലാദികളാൽ നിറഞ്ഞു നിൽക്കുന്നു. ആ കർണികാര വൃക്ഷത്തിൻ്റെ കടും ചുവപ്പുള്ള പുഷ്പങ്ങളെ നോക്കുക. അവയുടെ ഇതളുകൾ കൊഴിഞ്ഞു വീണ പച്ചപ്പുല്ലിൻ്റെ പരവതാനി ചുവന്ന പൊട്ടുകളാൽ അലങ്കരിക്കപ്പെട്ടതുപോലെ കാണപ്പെടുന്നു. സീതയില്ലാത്ത ജീവിതം എനിക്ക് അർത്ഥശൂന്യമായി തീർന്നിരിക്കുന്നു. സീതയുണ്ടായിരുന്നപ്പോൾ എനിക്ക് ആനന്ദമേകിയിരുന്ന അതേ കാഴ്ചകൾ ഇപ്പോൾ എന്നെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നു. കോകിലത്തിൻ്റെ കൂജനങ്ങൾ സീതയുടെ മധുരസ്വരത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇളം ചുവപ്പു നിറത്തിലുള്ള താമരപ്പൂക്കൾ തിരകളുടെ മേൽ ചാഞ്ചാടുമ്പോൾ ഞാൻ സീതയുടെ നയനങ്ങളെയാണ് ഓർക്കുന്നത്. സുഗന്ധവാഹിയായ മന്ദമാരുതനാവട്ടെ സീതയുടെ മധുമണമോലുന്ന ശ്വാസത്തെ ഓർമ്മിപ്പിക്കുന്നു. ലക്ഷ്മണ, ഈ വസന്ത ഋതു ക്രൂരതയാണ് കാട്ടുന്നത്. ഈ വേദന സഹിക്കുവാൻ എനിക്ക് പ്രാപ്തിയില്ല. നീ ഏതായാലും അയോധ്യയിലേക്ക് മടങ്ങിപ്പോയി ഭരതന് സേവനമരുളുക. ഞാനിവിടെ താമസിച്ച് എൻ്റെ ജീവൻ വെടിയാം. രാമൻ്റെ നിരാശയിൽ മുങ്ങിയ ഹൃദയത്തിന് അല്പമെങ്കിലും പ്രതീക്ഷ പകരുന്നതിനായി ലക്ഷ്മണൻ ഉരച്ചു. എൻ്റെ പ്രിയ സഹോദര, സീത തീർച്ചയായും ജീവനോടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. മറിച്ച് വിശ്വസിക്കുവാനൊരു കാരണവും കാണുന്നില്ല. രാവണൻ എവിടെയായാലും, സ്വർഗത്തിലോ ഭൂമിയിലോ കടലിലോ പാതാളത്തിലോ എവിടെയായാലും നാം അവനെ കണ്ടുപിടിക്കും, പ്രതികാരവും ചെയ്യും. യാതൊരു വിധത്തിലും ഗുണകരമല്ലാത്ത ഈ ശോകപ്രവണത ഉപേക്ഷിക്കുക. എന്നിട്ട് സീതയെ ഏതുവിധേനയും കണ്ടുപിടിക്കുമെന്ന ദൃഢനിശ്ചയം സ്വീകരിക്കുക. ആത്മാർത്ഥമായ പരിശ്രമങ്ങളിലൂടെയാണ് നാം വിജയത്തിലെത്തുക, കേവലം വിലാപങ്ങളിൽ കൂടെയല്ല. ലക്ഷ്മണന്റെ അനുശാസനങ്ങൾ ചെവിക്കൊണ്ട രാമൻ തൻ്റെ വിഷാദപ്രവണത ഉപേക്ഷിച്ചു. തുടർന്ന് സംഭാഷണത്തിലേർപ്പെട്ട് അവർ ഋഷ്യമുഖ പർവ്വതത്തിലെത്തിച്ചേർന്നു. വളരെ ദൂരത്തു നിന്ന് തന്നെ സുഗ്രീവൻ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ബാലിയുടെ കൂട്ടാളികളായിരിക്കാം അവർ എന്നു കരുതി സുഗ്രീവൻ ഭീതിതനായി. തൻ്റെ അനുയായികളെയും കൂട്ടി അവൻ ദ്രുതഗതിയിൽ മാതംഗാശ്രമത്തിൽ അഭയം പ്രാപിച്ചു. ഋഷിയുടെ മാന്ത്രിക ശക്തിയാൽ സുരക്ഷിതമായിരുന്നു അവിടം. എന്നിട്ടും സുഗ്രീവൻ ഭയം കൊണ്ട് അസ്വസ്ഥനായി. ഒരു നിമിഷം പോലും ശാന്തനായിട്ടിരിക്കുവാനാകാതെ ഒരു കുന്നിൻ നെറുകയിൽ നിന്ന് അടുത്തത്തിലേക്ക് ചാടിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഹനുമാൻ സ്വസ്ഥത നശിച്ച വാനര രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു: ബാലിയെക്കുറിച്ചുള്ള ഈ അനാവശ്യ ഭയം അങ്ങ് ഉപേക്ഷിക്കണം. ചാഞ്ചല്യമുള്ള മനസ്സിനുടമയാക മൂലം അങ്ങ് വളരെ വേഗം തീരുമാനങ്ങളിലെത്തുന്നു. ശ്രദ്ധാപൂർവം ചിന്തിച്ചാൽ ഈ തീരുമാനങ്ങൾ പിന്നീട് തള്ളിക്കളയേണ്ടതായി വരികയും ചെയ്യുന്നു. സുഗ്രീവൻ സ്വന്തം തീരുമാനത്തെ ന്യായീകരിച്ചു. ബാലിയുടെ പങ്കാളികളായാലും അല്ലെങ്കിലും ഇവിടേക്ക് വന്നവർ തീർച്ചയായും അപകടകാരികളാണ്, സംശയലേശമില്ല തന്നെ. കണ്ടിട്ട് അവർ ദേവന്മാരുടെ പടനായകന്മാരാണെന്ന് തോന്നുന്നു. ശസ്ത്രവും ഖഡ്ഗവും ധരിച്ച ആയുധധാരികളാണവർ. ബാലി സൂത്രശാലിയാണെന്നും അവന് ധാരാളം സുഹൃത്തുക്കളുണ്ടെന്നും ഓർക്കുക. ഹനുമാൻ, ഇവരിരുവരും എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് നീ പോയി അറിഞ്ഞു വരിക. അവരുടെ സംഭാഷണവും മുഖഭാവങ്ങളുമെല്ലാം സശ്രദ്ധം പഠിക്കുക. അവരാരാണെന്നും അവർക്ക് വേണ്ടതെന്താണെന്നും കണ്ടുപിടിക്കുക. അവരുടെ മുന്നിൽ വച്ച് എന്നെ പ്രശംസിക്കുക. അപ്പോൾ അറിയാം അവർ മിത്രങ്ങളോ അല്ല ശത്രുക്കളോ എന്ന്. സ്വന്തം രൂപം ഉപേക്ഷിച്ച ഹനുമാൻ ഒരു ബ്രഹ്മചാരിയുടെ രൂപം സ്വീകരിച്ചു. രാമലക്ഷ്മണന്മാരുടെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നടത്തിയ ശേഷം ഹനുമാൻ ഇപ്രകാരം ചോദിച്ചു: അല്ലയോ വീരനായകന്മാരെ, ഈ വിജന പ്രദേശത്ത്
ഇത്രയും ശ്രേഷ്ഠന്മാരായ നിങ്ങൾ ഇരുവരും എന്തിനാണ് വന്നതെന്ന് എന്നോട് വെളിപ്പെടുത്തിയാലും. സന്യാസവേഷമാണ് ധരിച്ചിരുന്നതെങ്കിലും നിങ്ങളുടെ ശാരീരിക ലക്ഷണങ്ങൾ കണ്ടാൽ നിങ്ങൾ പരാക്രമശാലികളായ യോദ്ധാക്കളാണെന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹവുമില്ല. ഹനുമാൻ എന്ന നാമമുള്ള ഞാൻ ബാലിയാൽ രാജ്യഭ്രഷ്ടനാക്കപ്പെട്ട സുഗ്രീവന്റെ ഒരു മന്ത്രിയാകുന്നു. ഞാൻ വായുപുത്രനും യഥേഷ്ടം സഞ്ചരിക്കുവാനും രൂപം മാറുവാനും മറ്റും കഴിവുള്ളവനുമാകുന്നു. നിങ്ങൾക്ക് സഖ്യവും ആതിഥ്യവും അരുളുവാൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് വാനര രാജാവായ സുഗ്രീവൻ. ഇത് കേട്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, നമ്മൾ തിരഞ്ഞുകൊണ്ടിരുന്ന വാനര രാജാവ് സുഗ്രീവന്റെ തന്നെ മന്ത്രിയാണ് ഈ ഹനുമാൻ. എത്ര മര്യാദയോടെ പെരുമാറുന്നു, എത്ര ഭംഗിയായി കാവ്യഗുണത്തോടെ സംസാരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ, കൈകാലുകളിൽ, മനോഭാവത്തിൽ, മുഖഭാവത്തിൽ എങ്ങും തന്നെ അസുഖകരമായതോ കാപട്യമുള്ളതോ ആയ യാതൊന്നുമില്ല. ഗാംഭീര്യവും ബലവും മനോധൈര്യവും കൈമുതലാക്കിയ ഇദ്ദേഹത്തിൻ്റെ ഭാഷണം തെളിയിക്കുന്നത് ഹൃദയം, ശബ്ദം, ബുദ്ധി എന്നിവയുടെ ഉദാത്തമായ ഒന്നുചേരലിനെ അത്രേ. വാളോങ്ങി നിൽക്കുന്ന ശത്രുവിനെ കൂടിയും ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശാന്തനാക്കും, സംശയമേതുമില്ല. ലക്ഷ്മണ, നമ്മളെ ഇവിടേക്ക് നയിച്ച സംഭവ വികാസങ്ങൾ മുറതെറ്റാതെ ഇദ്ദേഹത്തെ ധരിപ്പിക്കുക. ലക്ഷ്മണൻ ഹനുമാനോട് ഉര ചെയ്തു. താങ്കളെ കണ്ടുമുട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണെന്നേ പറയേണ്ടു. കാരണം ഞങ്ങൾ ഇരുവരും സുഗ്രീവനുമായി സൗഹൃദം സ്ഥാപിക്കുവാനായി അദ്ദേഹത്തെ അന്വേഷിച്ച് അലയുകയായിരുന്നു. ഇദ്ദേഹം ദശരഥപുത്രനായ രാമനാകുന്നു. ഞാൻ അനുജനായ ലക്ഷ്മണനും. പിതാവായ ദശരഥൻ രാമനെ അനന്തരാവകാശിയായി സിംഹാസനത്തിൽ അവരോധിക്കുവാൻ ആഗ്രഹിച്ചു. പക്ഷേ രാഷ്ട്രീയ ഉപജാപങ്ങളാൽ രാമൻ രാജ്യഭ്രഷ്ടനാക്കപ്പെട്ട് വനത്തിലേക്ക് വന്നു. രാക്ഷസ രാജാവായ രാവണൻ ഇദ്ദേഹത്തിൻ്റെ പത്നി സീതയെ കട്ടുകൊണ്ടുപോയി. ദുഃഖാർത്തരായി സീതയെ തേടി വനങ്ങളിലെല്ലാം അലഞ്ഞു തിരികുകയായിരുന്നു ഞങ്ങൾ. തദവസരത്തിൽ അത്യന്തം ഭീകരനായ കബന്ധൻ എന്നു പേരായ ഒരു രാക്ഷസന്റെ മുന്നിൽ ഞങ്ങൾ ചെന്നകപ്പെട്ടു. അവനെ വധിക്കുക മൂലം അവന് ശാപമോചനമാണ് ലഭിച്ചത്. അതിന് പ്രത്യുപകാരമായി അവനാണ് ഞങ്ങളോട് സുഗ്രീവനെ വന്നുകണ്ട് സഖ്യമുണ്ടാക്കുവാൻ ഉപദേശിച്ചത്. അതിലേക്കു വേണ്ടിയാണ് ഞങ്ങൾ ഇരുവരും ഇവിടെ വന്നിരിക്കുന്നത്. താങ്കൾക്കും താങ്കളുടെ ശ്രേഷ്ഠനായ വാനര രാജാവിനും ഗുണകരമായ ഏതു കാര്യവും ചെയ്തു തരുവാൻ ഞങ്ങൾ സർവാത്മന ഒരുങ്ങി വന്നിരിക്കുകയാണ്. സ്വന്തം ദുർവിധിയെക്കുറിച്ച് സംസാരിച്ച വേളയിൽ ലക്ഷ്മണന്റെ നയനങ്ങൾ നിറഞ്ഞു തുളുമ്പുകയും സ്വരം ദയനീയമാവുകയും ചെയ്തു. ഹനുമാൻ ആശ്വാസവചനം നൽകി. നിങ്ങളെപ്പോലെ തന്നെ സുഗ്രീവനും നഷ്ടപ്പെട്ടിരിക്കുന്നു രാജ്യവും ഭാര്യയും. താങ്കളുടെ സീതയെ കണ്ടുപിടിക്കുവാൻ സുഗ്രീവനും അനുയായികളും വേണ്ടതെല്ലാം ചെയ്യുമെന്ന് എനിക്കുറപ്പുണ്ട്. കാരുണ്യപൂർവം എന്നോടൊപ്പം വന്ന് സുഗ്രീവനെ സന്ധിച്ചാലും. നിങ്ങളുടെ ആഗമനോദ്ദേശം എന്തെന്നറിയാതെ അത്യന്തം വ്യാകുലപ്പെട്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്രയും ഉച്ചരിച്ച ശേഷം ഹനുമാൻ തൻ്റെ പൂർവ്വസ്വരൂപമായ ഭീമാകാര വാനരരൂപം സ്വീകരിച്ചു. രാമലക്ഷ്മണന്മാരെ ഇരുഭുജങ്ങളിലുമേറ്റി ഹനുമാൻ ഋഷിശൃംഗ പർവ്വതത്തിലേക്ക് യാത്ര തിരിച്ചു. ആദ്യം ഹനുമാൻ ഏകനായി ചെന്ന് സുഗ്രീവനെ കണ്ട് രാമൻ്റെ സൗഹാർദ്ദപരമായ ഉദ്ദേശങ്ങളെക്കുറിച്ച് വേണ്ട വിധത്തിൽ ധരിപ്പിച്ചു. അടുത്തതായി സുഗ്രീവൻ വാനരരൂപം വെടിഞ്ഞ് താപസരൂപം ധരിച്ചു. സൗഹൃദത്തിൻ്റെ നാന്ദിയായി നീട്ടിയ കൈകളുമായി രാമനെ സമീപിച്ചപ്പോൾ രാമനും സസന്തോഷം സുഗ്രീവന് ഹസ്തദാനം നൽകി. അനന്തരം ഇരുവരും സ്നേഹവായ്പോടെ ആശ്ലേഷിച്ചു. രാമൻ്റെയും സുഗ്രീവൻ്റെയും മധ്യത്തിൽ ലക്ഷ്മണനൊരു പവിത്രമായ അഗ്നിയുണ്ടാക്കി. രാമനും സുഗ്രീവനും ആചാരപ്രകാരം അഗ്നിയെ വലം വെച്ച് തങ്ങളുടെ സഖ്യം അഗ്നിസാക്ഷിയായി ഉറപ്പിച്ചു. അങ്ങനെ ഇരുവരുടെയും വ്യാകുലതകൾക്കും സംശയങ്ങൾക്കും അന്ത്യം കുറിക്കപ്പെട്ടു. സുഗ്രീവൻ പറഞ്ഞു, പ്രിയ രാമ, ഈ ദിനം മുതൽ അങ്ങയുടെ സന്തോഷം എൻ്റെ സന്തോഷവും അങ്ങയുടെ സന്താപം എൻ്റെ സന്താപവുമായിരിക്കും. മറിച്ചും അങ്ങനെ തന്നെ ആവട്ടെ. ഇപ്രകാരം ഓതിയ ശേഷം സുഗ്രീവൻ ഒരു ഈന്തൽ മരത്തിൻ്റെ പുഷ്പങ്ങളും ഇലകളും കൊണ്ട് തൽപ്പസമാനമായ ഒരു ശാഖ വെട്ടിമുറിച്ച് തറയിൽ വിടർത്തി വെച്ചു രാമൻ ഇരിക്കുവാൻ. അതുകഴിഞ്ഞ്
ഹനുമാൻ ഒരു പൂത്ത ചന്ദനമര ശാഖ മുറിച്ച് ലക്ഷ്മണനെയും ആസനസ്ഥനാക്കി. എല്ലാവരും ഇരിപ്പിടങ്ങളിലിരുന്ന ശേഷം സുഗ്രീവൻ രാമനോട് ഇങ്ങനെ പറഞ്ഞു: രാമ, എൻ്റെ സഹോദരൻ ബാലി കാരണം ഞാൻ സദാസമയവും ഭയചകിതനായിട്ടാണ് ജീവിക്കുന്നത്. അവൻ എൻ്റെ സാമ്രാജ്യത്തെയും എൻ്റെ പത്നിയെയും ബലാത്കാരമായി കൈയടക്കിയ നാൾ മുതൽ ഞാൻ ഈ വനത്തിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. ഏതു നിമിഷവും ബാലിയുടെ ആക്രമണം ഉണ്ടായേക്കാമെന്ന ഭയം കാരണം ഒരു നിമിഷ നേരത്തെ ശാന്തി പോലും ഞാൻ അനുഭവിക്കുന്നില്ല. മന്ദഹാസത്തോടെ രാമൻ മറുപടി പറഞ്ഞു: സൗഹൃദത്തിൻ്റെ ഉത്തമ ഫലം സേവനമാണ്. അതിനാൽ ബാലിയെ വധിച്ച് അങ്ങേക്ക് ഭാര്യയെയും സാമ്രാജ്യത്തെയും വീണ്ടെടുത്തു തരേണ്ടത് എൻ്റെ കർത്തവ്യമാണെന്ന് ഞാൻ കരുതുന്നു. ഇതു കേട്ട സുഗ്രീവൻ പറഞ്ഞു: താങ്കൾ എങ്ങനെയാണ് നാടുകടത്തപ്പെട്ടതെന്നും താങ്കളുടെ ഭാര്യ എങ്ങനെ അപഹരിക്കപ്പെട്ടു എന്നും ഹനുമാൻ എന്നോട് വിശദമായി പറഞ്ഞു. സീത സ്വർഗത്തിലോ ഭൂമിയിലോ പാതാളത്തിലോ എവിടെയായാലും കണ്ടുപിടിച്ചു തരുമെന്ന് ഒരു സുഹൃത്തെന്ന നിലയ്ക്ക് ഞാൻ അങ്ങേക്ക് സത്യം ചെയ്തു തരുന്നു. പക്ഷേ രാമ, എനിക്കുറപ്പാണ് സീതയെ ഭയങ്കരനായ ഒരു രാക്ഷസൻ കടത്തിക്കൊണ്ടു പോകുന്നതും അവൾ രാമ രാമ എന്നുറക്കെ നിലവിളിക്കുന്നതും ഞാൻ സ്പഷ്ടമായി കണ്ടു എന്ന വസ്തുത. ഈ മലയുടെ കൊടുമുടിയിലിരുന്ന ഞങ്ങളെ അവൾ കണ്ടു. ഉടൻ തന്നെ സ്വന്തം ഉത്തരീയത്തിൽ കുറേ ആഭരണങ്ങൾ പൊതിഞ്ഞു കെട്ടി താഴേക്കിട്ടു. അവയെല്ലാം എടുത്ത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഞങ്ങൾ. രാമനത് കേട്ടപ്പോൾ ആഭരണങ്ങൾ കാണുവാനുണ്ടായ താല്പര്യം താങ്ങാവുന്നതിലും ഏറെയായിരുന്നു. അതിനാൽ സുഗ്രീവൻ ഇരുണ്ട ഒരു ഗുഹയ്ക്കുള്ളിൽ സംരക്ഷിച്ചിരുന്ന ആ വസ്തുക്കൾ വേഗം പുറത്തെടുത്തു കൊണ്ടുവന്നു. കണ്ട നിമിഷം തന്നെ രാമൻ പ്രിയതമയുടെ ഉത്തരീയവും ആഭരണങ്ങളും തിരിച്ചറിഞ്ഞു. പ്രിയതമേ, പ്രാണപ്രേയസി എന്നെല്ലാം വിളിച്ച് രാമൻ വിലപിക്കുവാൻ തുടങ്ങി. പങ്കജ നേത്രങ്ങളിൽ നിന്ന് ധാരയായി കണ്ണുനീര് തീരവേ ദുഃഖത്താൽ പരിഭ്രാന്തനായ രാമൻ പൊടുന്നനെ നിലത്തു വീണ് കേഴുകയായി. അല്പനേരം കഴിഞ്ഞ് യാഥാർത്ഥ്യബോധം വീണ്ടെടുത്ത് രാമൻ ലക്ഷ്മണനോട് ചോദിച്ചു: അല്ലയോ ലക്ഷ്മണ, സീത അണിഞ്ഞിരുന്ന ഈ ആഭരണങ്ങൾ നിനക്ക് തിരിച്ചറിയാനാവുന്നില്ലേ? ലക്ഷ്മണന്റെ മറുപടി ഇപ്രകാരമായിരുന്നു: മഞ്ഞപ്പട്ട്, വളകൾ, കർണാഭരണങ്ങൾ ഇവയെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിയില്ല. കാരണം സീതയോടുള്ള ബഹുമാനാർത്ഥം ഞാൻ ഒരിക്കലും കാൽമുട്ടുകൾക്ക് മേൽപോട്ട് സീതയെ നോക്കിയിട്ടില്ല. പക്ഷേ എന്നും പ്രഭാതത്തിൽ കാൽ തൊട്ട് വണങ്ങാറുണ്ടായിരുന്നതിനാൽ പാദസ്വരങ്ങൾ എനിക്ക് പരിചിതങ്ങളാണ്. അതിനുശേഷം രാമൻ സുഗ്രീവനോട് രാവണനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ സുഗ്രീവൻ ഇപ്രകാരം പറഞ്ഞു: രാവണൻ എന്ന നാമം നിർഭാഗ്യവശാൽ ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. ഞാൻ അവനെ കണ്ടുപിടിച്ചു തന്ന താങ്കളെ സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ രാമ, ഭാര്യയെ നഷ്ടപ്പെട്ടതോർത്ത് അങ്ങ് ഇത്രയേറെ വ്യസനിക്കുവാൻ പാടില്ല. വെറുതെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവന് ഒരിക്കലും സന്തോഷം കണ്ടെത്തുവാൻ കഴിയുകയില്ല. ഇത്തരം മനോവ്യഥ യഥാർത്ഥത്തിൽ ഒരുവന്റെ ശക്തിയെ വ്യഥ ക്ഷയിപ്പിക്കുമെന്ന് മാത്രമല്ല, അവൻ്റെ ജീവന് പോലും ആപൽക്കരമായി തീർന്നേക്കാം. ഞാനും ഇതേ സാഹചര്യങ്ങളാൽ വേട്ടയാടപ്പെട്ടവനാണെങ്കിലും വെറുമൊരു നിസാരമായ വാനരനായിട്ടിരുന്നിട്ടു കൂടി ഞാൻ ഇത്രയേറെ ദുഃഖിക്കുകയോ പൗരുഷം കൈവെടിയുകയോ ചെയ്യുന്നില്ല. സുഗ്രീവന്റെ വാക്കുകൾ രാമനെ അല്പം ആശ്വസിപ്പിച്ചു. ഒരു വട്ടം കൂടി പരസ്പരം ആശ്ലേഷിച്ച ശേഷം രണ്ടുപേരും വീണ്ടും സുഖകരമായിട്ട് ഇരിപ്പിടങ്ങളിൽ അമർന്നു. ബാലിയോടുള്ള ഭയത്തെക്കുറിച്ച് സുഗ്രീവൻ ഒരിക്കൽ കൂടി സംസാരിക്കുവാനിടയായി. അന്നേരം രാമൻ പറഞ്ഞു: മിത്രങ്ങളെയും ശത്രുക്കളെയും വേർതിരിച്ചറിയുന്നത് അവർ നൽകുന്ന സേവനത്തെയും ഉപദ്രവത്തെയും അടിസ്ഥാനമാക്കിയാണ്. സുഗ്രീവ, ഇന്നു തന്നെ ഞാൻ അങ്ങേക്കു വേണ്ടി ബാലിയെ ഹനിക്കുന്നതാണ്. സമാധാനമായിട്ടിരിക്കുക. പക്ഷേ അതിനു മുൻപ് നിങ്ങൾ ജ്യേഷ്ഠാനുജന്മാർ ഇത്രയും കടുത്ത ശത്രുക്കളായതെങ്ങനെയെന്ന് എനിക്കറിയണം. എല്ലാം വിശദമായി പറയുക. സുഗ്രീവൻ പറഞ്ഞു തുടങ്ങി: എൻ്റെ ഉള്ളിലെ വേദനയത്രയും സ്നേഹിതനായ താങ്കളുടെ മുന്നിൽ തുറന്നു പറയാം. യഥാർത്ഥ സുഹൃത്തായ അങ്ങ് എൻ്റെ കഥ മുഴുവനും ശ്രവിക്കുക. എൻ്റെ പിതാവ് മരണമടഞ്ഞപ്പോൾ ജ്യേഷ്ഠനായ ബാലി രാജാവാകുകയും ഞാൻ അയാളുടെ സേവകനായിരിക്കുകയും ചെയ്തു. ഒരു ദിനം മായാവി എന്നു പേരുള്ള ഒരു രാക്ഷസൻ കിഷ്കിന്ധയിൽ വന്ന് ബാലിയെ പോരിന് വെല്ലുവിളിച്ചു.
പണ്ടൊരിക്കൽ ഒരു സ്ത്രീ വിഷയത്തിൽ ശത്രുക്കളായി മാറിയവരായിരുന്നു അവർ. രാത്രിയിൽ വന്ന ശത്രുവിനെ അവഗണിക്കുന്നതാണ് നല്ലതെന്ന് ഞാനും ബാലിയുടെ ഭാര്യമാരും പലവരും പറഞ്ഞുവെങ്കിലും മായാവിയാൽ പ്രകോപിതനായ ബാലി കൊട്ടാരത്തിന് പുറത്തേക്കോടി ശത്രുവിനെ എതിരിടുവാൻ. ഞാനും അയാളെ പിന്തുടർന്നു. ഞങ്ങൾ ഇരുവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ മായാവി ഭയന്ന് ഓടിക്കളഞ്ഞു. പിന്നാലെ ഞങ്ങളും ഓടി. അപ്പോൾ അവൻ ചെടിപ്പടർപ്പുകളാൽ ദ്വാരം മൂടപ്പെട്ട ഒരു ഇരുണ്ട ഗുഹയ്ക്കുള്ളിൽ കയറിപ്പോയി. ഗുഹദ്വാരത്തിൽ കാവൽ നിൽക്കുവാൻ എന്നോട് ആജ്ഞാപിച്ച ശേഷം ബാലി ആ രാക്ഷസ സത്വവുമായി യുദ്ധം ചെയ്യുവാൻ ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു ചെന്നു. ഒരു നീണ്ട വർഷം മുഴുവൻ ഞാൻ കാത്തുനിന്നു. ബാലിയുടെ ഒരു അടയാളവും കണ്ടില്ല. അങ്ങനെയിരിക്കെ ഒരു നാൾ നുരയും പതയും നിറഞ്ഞ രക്തം ഗുഹയ്ക്കുള്ളിൽ നിന്ന് ഒഴുകി വരാൻ തുടങ്ങി. മാത്രമല്ല, ശത്രുവിൻ്റേതെന്ന് തോന്നിച്ച അലർച്ചകൾ മാത്രം ഞാൻ കേൾക്കുകയും ചെയ്തു. ബാലിയുടെ ശബ്ദം ഒരിക്കൽ പോലും കേൾക്കാത്തതിനാൽ ഞാൻ സ്വയം തീരുമാനിച്ചു ബാലി കൊല്ലപ്പെട്ടിരിക്കാമെന്ന്. ഗുഹാദ്വാരം ഒരു വലിയ പാറക്കല്ലുകൊണ്ട് മൂടിയിട്ട് ജ്യേഷ്ഠന് വേണ്ടി ഉദക ക്രിയയും ചെയ്ത ശേഷം ഞാൻ കിഷ്കിന്ധയിലേക്ക് മടങ്ങി. മന്ത്രിമാരെല്ലാം കൂടി എന്നെ രാജാവായി അഭിഷേകം ചെയ്തു. ഞാൻ നീതിപൂർവം രാജ്യഭരണം നടത്തുകയും ചെയ്തു വന്നു. എന്നാൽ ഏവരെയും ആശ്ചര്യാധീനരാക്കിക്കൊണ്ട് മായാവിയെ വധിച്ച് വിജയശ്രീലാളിതനായി ബാലി കിഷ്കിന്ധയിലേക്ക് മടങ്ങിയെത്തി. പക്ഷേ എന്നെ സിംഹാസനസ്ഥനായി കണ്ടതും കലിയിളകിയ ബാലി എല്ലാ മന്ത്രിമാരെയും ബന്ധിച്ച് ചങ്ങലക്കിട്ടു. ബാലിയോട് യുദ്ധം ചെയ്യുവാൻ എനിക്ക് പ്രാപ്തിയുണ്ടായിരുന്നുവെങ്കിലും ബഹുമാനം കാരണം താണുവണങ്ങി കിരീടം ബാലിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് ഞാൻ ചെയ്തത്. എങ്കിലും ബാലിയുടെ കോപാഗ്നി കെട്ടടങ്ങിയില്ലെന്ന് മാത്രമല്ല, എന്നെ അന്യായമായ വിധത്തിൽ അധിക്ഷേപിക്കുവാനും തുടങ്ങി. മുതിർന്ന പൗരന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി ബാലി പ്രഖ്യാപിച്ചു, ഞാൻ മായാവി എന്ന രാക്ഷസനെ കൊല്ലുവാനായിട്ടാണ് ഗുഹയ്ക്കുള്ളിലേക്ക് പോയത്. ഒരു വർഷം മുഴുവനും തേടിയ ശേഷമാണ് അവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. അവനെയും അവൻ്റെ എല്ലാ ബന്ധുക്കളെയും വധിച്ചു കഴിഞ്ഞപ്പോൾ ഒഴുകിയ രക്തപ്പുഴയിൽ ഗുഹ ഏകദേശം നിറഞ്ഞു നിന്നു. അതുകാരണം വളരെ സാഹസപ്പെട്ട് ഗുഹദ്വാരത്തിൽ എത്തിച്ചേർന്ന ഞാൻ കണ്ടത് വലിയൊരു പാറക്കല്ലിനാൽ മൂടിവച്ചിരിക്കുന്ന ദ്വാരത്തെയാണ്. പലവട്ടം ഞാൻ ഉറക്കെ വിളിച്ചു സുഗ്രീവനെ. ഒരു മറുപടിയുമില്ലെന്ന് വന്നപ്പോൾ പാറക്കല്ലിനെ ചവിട്ടിത്തെറിപ്പിച്ച ശേഷം ഞാൻ ഗുഹയിൽ നിന്ന് പുറത്തേക്കും പിന്നീട് കിഷ്കിന്ധയിലേക്കും വന്നു. ഇവിടെ വന്നപ്പോൾ സുഗ്രീവൻ സിംഹാസനത്തിലിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആ നിമിഷം എനിക്ക് മനസ്സിലായി, ഭരണം കൈക്കലാക്കുന്നതിന് വേണ്ടിയാണ് ഗുഹാദ്വാരം അടച്ചുവെച്ച് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയതെന്ന സത്യം. എന്നിട്ട് പ്രതികാരദാഹത്തോടെ ബാലി എൻ്റെ എല്ലാ സ്വത്തുക്കളും എൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള സ്വന്തമാക്കിയ ശേഷം എന്നെ കിഷ്കിന്ധയിൽ നിന്ന് നാടുകടത്തുകയും ചെയ്തു. ഉടുതുണി മാത്രമായിരുന്നു എനിക്ക് സ്വന്തമായി കിട്ടിയത്. അന്നു മുതൽ ഇന്നോളം ഞാനും എൻ്റെ കൂട്ടുകാരും ഈ പർവ്വതത്തിൽ തന്നെ വസിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ രാമൻ ആശ്വാസവചനമരുളി. പ്രിയപ്പെട്ട സുഗ്രീവ, സമാധാനമായിട്ടിരിക്കൂ. ബാലിയെ വധിച്ച് ഭാര്യയെയും സാമ്രാജ്യത്തെയും ഞാൻ അങ്ങേക്ക് വീണ്ടെടുത്തു തരാം. പക്ഷേ ബാലിയെ വധിക്കുവാനുള്ള കരുത്ത് രാമനുണ്ടോ എന്ന കാര്യത്തിൽ സുഗ്രീവന് സന്ദേഹമുണ്ടായി. ബാലിയുടെ ശക്തി തെളിയിക്കുന്ന ഒരു കഥ സുഗ്രീവൻ വിസ്തരിച്ചു. പണ്ട് ദുന്ദുബി എന്നൊരു അസുരൻ പോത്തിൻ്റെ രൂപം ധരിച്ച് ഭൂമിയിലെങ്ങും വിഹരിച്ചിരുന്നു. അവൻ സാഗരതീരത്തെത്തി സാഗരത്തെ യുദ്ധത്തിന് വിളിച്ചു. കടലിൻ്റെ ദേവൻ പ്രത്യക്ഷപ്പെട്ട് ദുന്ദുബിയോട് പറഞ്ഞു, അല്ലയോ അസുരശ്രേഷ്ഠ, ഞാൻ അങ്ങേക്ക് തുല്യനായ പ്രതിയോഗിയല്ല. പർവ്വത രാജാവും മഹാദേവന്റെ ഭാര്യാപിതാവുമായ ഹിമാലയത്തെ വെല്ലുവിളിക്കുകയാവും അങ്ങേക്ക് ഉത്തമം. ഭയം കൊണ്ടാണ് സാഗരദേവൻ തൻ്റെ വെല്ലുവിളി സ്വീകരിക്കാത്തതെന്ന് കരുതി ദുന്ദുബി നേരെ ഹിമവാന്റെ അരികിലെത്തി. ഹിമാലയത്തിലെ ശിഖരങ്ങളെയെല്ലാം വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഒരു കൊടുമുടിയിൽ ഹിമവാൻ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു, എത്രയോ ശാന്തരും സമാധാനപ്രിയരുമായ മഹാമുനിമാരുടെ അഭയസ്ഥാനമാണ് ഞാൻ. മാത്രമല്ല, ഞാനൊരു യോദ്ധാവുമല്ല. അല്ലയോ അസുരശ്രേഷ്ഠ, ഞങ്ങളെ വെറുതെ വിടുക, കൂടുതൽ ഉപദ്രവങ്ങൾ ചെയ്യാതിരിക്കുക.
അത് കേട്ട് അസുരൻ ഹിമവാനോട് തനിക്ക് യുദ്ധം ചെയ്യുവാൻ ഒരു ധീരനെ നിർദ്ദേശിക്കുവാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം എൻ്റെ ഭ്രാതാവും ഇന്ദ്രസുതനുമായ ബാലിയെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. നേരെ കിഷ്കിന്ധയ്ക്ക് പുറപ്പെട്ട ദുന്ദുബി നഗര കവാടത്തിൻ്റെ മുന്നിൽ നിന്ന് ഉച്ചത്തിൽ അമറിക്കൊണ്ട് കുളമ്പുകൾ കൊണ്ട് ഭൂമി പിളർക്കുകയും സമീപത്തു നിന്നിരുന്ന വൃക്ഷങ്ങളെ കടപുഴക്കി എറിയുകയും കവാട ഗോപുരത്തെ അഹങ്കാരത്തോടെ കൂർത്ത കൊമ്പുകളാൽ കുത്തിപ്പൊളിക്കുകയും ചെയ്തു. ഈ കോലാഹല ശബ്ദം കേട്ട ബാലി താമസം വിന കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് അഹംഭാവിയായ ആ അസുരനെ വെല്ലുവിളിച്ചു. കുറേയേറെ കാലുഷ്യമേന്ന വാക്കുകൾ കൈമാറിയ ശേഷം വികാര വിജൃംഭിതനായി ബാലി ദുന്ദുബിയെ കൊമ്പുകളിൽ അമർത്തിപ്പിടിച്ച് ചുഴറ്റി ഭൂമിയിൽ വീഴ്ത്തുകയും അവൻ്റെ കർണങ്ങളിൽ കൂടി രക്തപ്പുഴ ഒഴുകുമാറ് വ്രണപ്പെടുത്തുകയും ചെയ്തു. അതിഘോരമായ ഒരു ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. ഇരുവരും അന്യോന്യം അപായപ്പെടുത്തുവാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തി ബാലി ദുന്ദുബിയെ വാനത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സർവശക്തിയും ഉപയോഗിച്ച് നിലത്തടിച്ചു തകർത്തു. ശരീരത്തിലെ ഓരോ വിടവുകളിൽ കൂടിയും നിണം നദിയായി വാർന്നൊഴുകവേ ദുന്ദുബി അന്ത്യശ്വാസം വലിച്ചു. ദുന്ദുബിയുടെ ശവശരീരം വലിച്ചുയർത്തി ബാലി ഏകദേശം 6 കിലോമീറ്റർ ദൂരത്തേക്ക് ചുഴറ്റിയെറിഞ്ഞു. ആകാശത്തിലൂടെ പിണം പറക്കവേ മാതംഗാശ്രമ ഭൂമിയിൽ അതിൽ നിന്നൊഴുകിയ രക്തത്തുള്ളികൾ പതിച്ചു. ഇതിൽ കോപിഷ്ഠനായ മഹാമുനി ആരായിരിക്കും ഇത്തരമൊരു വിഡ്ഢിത്തം ചെയ്തത് എന്ന് അതിശയിച്ചു. അസുരനെ കൊന്നത് ബാലിയാണെന്നറിഞ്ഞപ്പോൾ ബാലിയെ മാതംഗമുനി ശപിച്ചു. എൻ്റെ ആശ്രമത്തിന് 6 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയെങ്കിലും ബാലി കാൽ ചവിട്ടുന്ന പക്ഷം അവന് തൽക്ഷണം മരണം സംഭവിക്കട്ടെ. അവൻ്റെ മന്ത്രിമാരാണിവിടെ പാദമൂന്നുന്നതെങ്കിൽ അവർ 1000 കൽപ്രതിമകളായി നിലകൊള്ളട്ടെ. സുഗ്രീവൻ തൻ്റെ വിവരണം ഇങ്ങനെ ഉപസംഹരിച്ചു. ബാലി മുനിയെ സന്ധിച്ച് ശാന്തനാക്കുവാൻ ശ്രമം നടത്താതിരുന്നില്ല. പക്ഷേ അയാളതിൽ വിജയിച്ചില്ല. ആയതിനാൽ ബാലി പിന്നീടൊരിക്കലും ഈ പ്രദേശത്ത് കാൽ കുത്തിയിട്ടില്ല. അതാ അവിടെ ദുന്ദുബിയുടെ ഉണങ്ങിയ ത്വക്കും അസ്ഥിപഞ്ജരവും നിങ്ങൾക്ക് കാണാം. ദുന്ദുബി എത്രമാത്രം ശക്തിയുള്ളവനായിരുന്നു എന്നത് അതു കണ്ടാൽ ഊഹിക്കാം. ആ ദുന്ദുബിയെ വധിച്ച ബാലിയെ അങ്ങ് എപ്രകാരമാണ് പരാജിതനാക്കുക? രാമന്റെ ശക്തിയെക്കുറിച്ച് സന്ദേഹിക്കുന്ന സുഗ്രീവനെ നോക്കി ലക്ഷ്മണൻ മന്ദഹസിച്ചു. അദ്ദേഹം ചോദിച്ചു, അങ്ങയെ വിശ്വസിപ്പിക്കുവാൻ രാമൻ എന്തു ചെയ്താൽ മതിയാകും? സുഗ്രീവൻ ഉത്തരമേകി, ഒരിക്കൽ ഈ സ്ഥലത്ത് വെച്ച് ബാലി 7 പനമരങ്ങളെ 7 ശരങ്ങളാൽ ഭഞ്ജിച്ചിട്ടുണ്ട്. രാമൻ ഇവയിൽ ഒരു മരത്തിനെയെങ്കിലും ഒരു ബാണത്താൽ പിളർക്കുവാൻ സാധിക്കണം. എന്നിട്ട് ദുന്ദുബിയുടെ ശാരീരിക അവശിഷ്ടങ്ങളെ കാലുകൊണ്ട് ഉയർത്തി 200 വില്ല് അകലേക്ക് എടുത്തെറിയണം. ഇത് രണ്ടും പ്രാവർത്തികമാക്കുവാൻ രാമന് കഴിയുമെന്നാകിൽ ബാലിക്ക് സമനായ എതിരാളിയാണ് രാമനെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. ഇതു കേട്ട് രാമൻ ദുന്ദുബിയുടെ അസ്ഥിപഞ്ജരങ്ങളെ നിഷ്പ്രയാസം പെരുവിരലാൽ ഉയർത്തി അതീവ ലാഘവത്തോടെ എത്രയോ കിലോമീറ്റർ ദൂരേക്കെറിഞ്ഞു. എന്നിട്ടും സുഗ്രീവന്റെ സംശയം തീർന്നില്ല. പണ്ട് ബാലി ഈ അസുരന്റെ ശരീരം എടുത്തെറിയുമ്പോൾ മാംസം, രക്തം ഇത്യാദികളാൽ അത് ഭാരമേറിയതായിരുന്നു. എന്നു മാത്രമല്ല, ബാലി യുദ്ധം ചെയ്ത് പരവശനുമായിരുന്നു. ഇപ്പോൾ അസുരന്റെ ശവം താരതമ്യേന കനം കുറഞ്ഞിരിക്കുന്നതിനാൽ രാമനാണോ ബാലിയാണോ കൂടുതൽ ബലശാലിയെന്ന് തീരുമാനിക്കുക ദുഷ്കരമത്രേ. രാമൻ ആവനാഴിയിൽ നിന്ന് ഒരു ശരമെടുത്ത് തൊടുത്തുവിട്ടപ്പോൾ അത് 7 പനമരങ്ങളെയും ഓരോന്നായി ഭേദിച്ച് അവസാനം ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് പോയി മറഞ്ഞു. ഒടുക്കം ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം അതേ ശരം രാമന്റെ ആവനാഴിയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. ഇതു കണ്ട് അത്ഭുത പരതന്ത്രനായ സുഗ്രീവൻ അത്യാദരപൂർവം രാമന്റെ പാദപത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു കിടന്നു. രാമനാകട്ടെ സുഗ്രീവനെ എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു. അത് കഴിഞ്ഞ് രാമൻ ഒരു നിർദ്ദേശം അവതരിപ്പിച്ചു. സുഗ്രീവ, നമുക്ക് ഉടൻ തന്നെ കിഷ്കിന്ധയിലേക്ക് യാത്ര തിരിക്കാം. ഞാനും ലക്ഷ്മണനും നഗര കവാടത്തിനു പുറത്തുള്ള മരങ്ങളുടെ മറവിൽ നിൽക്കുമ്പോൾ അങ്ങ് മുന്നോട്ട് നടന്നു ചെന്ന് ബാലിയെ വെല്ലുവിളിക്കണം.
അതനുസരിച്ച് സുഗ്രീവൻ കിഷ്കിന്ധയിൽ പോയി ഉച്ചത്തിൽ ബാലിയെ യുദ്ധത്തിനായി കൊണ്ട് വെല്ലുവിളിച്ചു. ഈ പോർവിളി കേട്ട ക്ഷണം ബാലി കുന്നുകൾക്ക് മുകളിൽ സൂര്യൻ ഉയർന്നു വരുന്ന കണക്ക് നഗരത്തിന് വെളിയിലേക്ക് കോപിഷ്ഠനായി ഓടിവന്നു. ബാലിയും സുഗ്രീവനും പരസ്പരം മുഷ്ടി ചുരുട്ടി ഇടി തുടങ്ങി. കയ്യിൽ നിവർത്തിപ്പിടിച്ച വില്ലും കുലച്ച് നിന്ന രാമന് ആ സഹോദരങ്ങളിൽ ആരാണ് ബാലി എന്ന് വേർതിരിച്ചറിയുവാൻ സാധിക്കാതെ പോയി. അത്രയും സാമ്യമുണ്ടായിരുന്നു രണ്ടുപേർക്കും. അതുകാരണം രാമൻ ബാണം തൊടുത്തുവിട്ടില്ല. അന്നേരം സുഗ്രീവൻ കരുതി രാമൻ തന്നെ സഹായിക്കേണ്ട എന്ന് തീരുമാനമെടുത്തിരിക്കുമെന്ന്. ബാലിയോട് മത്സരിച്ച് നിൽക്കുവാനുള്ള ശക്തിയില്ലാഞ്ഞ് ശരീരമാസകലം ചതഞ്ഞ് രക്തം വാർന്നൊഴുകുന്ന അവസ്ഥയിൽ സുഗ്രീവൻ യുദ്ധഭൂമിയിൽ നിന്ന് പിന്തിരിഞ്ഞോടി. സുഗ്രീവനെ തുരത്തിക്കൊണ്ട് പിന്നാലെ ഓടിയ ബാലി പറഞ്ഞു, ഭീരു, ജീവനും കൊണ്ട് ഓടിക്കോ. ഇത്തവണ ഞാൻ നിന്നെ ജീവനോടെ വിടുന്നു. മാതംഗാശ്രമത്തിൽ അഭയം പ്രാപിച്ച സുഗ്രീവൻ രാമലക്ഷ്മണന്മാരെ അവിടെ എത്തിയപ്പോൾ കുറ്റപ്പെടുത്തി. അല്ലയോ രാമ, ബാലിയെ കൊല്ലുവാൻ ഉദ്ദേശമില്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് എന്നെക്കൊണ്ട് വെല്ലുവിളിപ്പിച്ചത്? നിന്റെ ജ്യേഷ്ഠ സഹോദരനെ വധിക്കുവാൻ ഞാൻ ഒരുക്കമല്ല എന്ന് സത്യസന്ധമായി തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. രാമൻ തൻ്റെ പ്രവൃത്തിക്ക് വിശദീകരണം നൽകി. നിങ്ങളുടെ പോര് നോക്കി നിൽക്കവേ ഞാൻ ഭ്രമിച്ചുപോയി. കാരണം നിങ്ങൾ ഇരുവരുടെയും സ്വരം, ശാരീരിക ലക്ഷണങ്ങൾ, വേഷഭൂഷാദികൾ സർവവും ഒരേപോലെയായിരുന്നു. ഈ അനിശ്ചിതത്വം കൊണ്ട് മാത്രമാണ് ഞാൻ അസ്ത്രം തടുത്തു നിർത്തിയത്. തിരിച്ചറിയാനുതകുന്ന ഏതെങ്കിലും ഒരു അടയാളം ധരിച്ച് വീണ്ടും പോവുക, ബാലിയെ ക്ഷണിക്കുക. എന്നിട്ട് മുഖം ലക്ഷ്മണന് നേരെ തിരിച്ച് നിർദ്ദേശം നൽകി. ഒരു ഗജപുഷ്പവള്ളി വേരോടെ പറിച്ചെടുത്ത് ഒരു മാലയുടെ രൂപത്തിലാക്കി സുഗ്രീവന്റെ കഴുത്തിലണിയുക. ഇപ്രകാരം ഇദ്ദേഹത്തെ ബാലിയിൽ നിന്ന് വേർതിരിച്ച് അറിയുവാൻ എനിക്ക് ക്ലേശമന്യേ സാധിക്കും. അങ്ങനെ സുഗ്രീവൻ ഒരിക്കൽ കൂടി കിഷ്കിന്ധയിലേക്ക് പുറപ്പെട്ടു. കൂടെ രാമലക്ഷ്മണന്മാരും ഹനുമാനും നളൻ, നീലൻ, താരൻ തുടങ്ങിയ വാനര നായകന്മാരും. ഇവരെല്ലാവരും നഗരദ്വാരത്തിന് സമീപമുള്ള തോപ്പിൽ ഒളിച്ചപ്പോൾ സുഗ്രീവൻ കവാടത്തിനരികിലേക്ക് നടന്ന് ഉച്ചത്തിൽ അലറി സഹോദരനെ വെല്ലുവിളിച്ചു. അന്തഃപുരത്തിൽ ഭാര്യമാരോടൊപ്പം രമിച്ചുകൊണ്ടിരുന്ന ബാലി ഈ വെല്ലുവിളി കേട്ടതും അടക്കുവാനാകാത്ത രൗദ്രത്തോടെ നീണ്ട കാൽവയ്പ്പുകളോടെ അന്തഃപുരത്തിൽ നിന്ന് പുറത്തു വന്നു. അത്യുത്കണ്ഠയോടെ ബാലിയുടെ ഭാര്യ താര അവനെ ആലിംഗന ബന്ധനാക്കി പ്രേമപൂർവം പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. താര യാചിച്ചു, പ്രഭോ, കോപം മറന്നിട്ട് ശ്രദ്ധാപൂർവം ചിന്തിക്കുക. അങ്ങ് ആദ്യമേ തന്നെ സുഗ്രീവനെ അടിച്ച് അവശനാക്കി ഓടിച്ചതാണ്. ആയതിനാൽ ഇപ്പോൾ അവൻ ചുരുങ്ങിയ സമയത്തിനകം മടങ്ങി വന്ന് ഇത്രയും ആത്മവിശ്വാസത്തോടെ വെല്ലുവിളിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായും ആശ്ചര്യകരമത്രേ. എൻ്റെ കണക്കുകൂട്ടൽ ഇതാണ്: സുഗ്രീവന് അതിശക്തിമാനായ ഒരു മിത്രത്തെ ലഭിച്ചിട്ടുണ്ട്. അതുമാത്രമാണ് അവൻ ഇത്രയും വിപതിധൈര്യം കാണിക്കുന്നത്. നമ്മുടെ പുത്രൻ അംഗദന് ചാരന്മാരിൽ നിന്ന് വിവരം ലഭിച്ചിരിക്കുന്നതനുസരിച്ച് രാമലക്ഷ്മണന്മാർ ഇവിടേക്ക് വരികയും സുഗ്രീവനുമായി സഖ്യം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. രാമൻ മഹാവിഷ്ണുവിന് സമം ബലശാലിയത്രേ. ആയതിനാൽ അങ്ങ് രാമന്റെ ശത്രുതയ്ക്ക് പാത്രീഭവിക്കാതെ നോക്കണം. ഈ വഴക്ക് തീർക്കുന്നതിലേക്കായി സുഗ്രീവനെ അങ്ങയുടെ പിൻഗാമിയായി അവരോധിക്കരുതോ? ഇതിൽ കൂടി അങ്ങേക്ക് രാമന്റെ മൈത്രിയും നേടിക്കൂടെയോ? മരണം അടുത്തെത്തിയിരുന്നതിനാൽ ബാലിക്ക് ഈ വിശിഷ്ടമായ ഉപദേശം ചെവിക്കൊള്ളുവാൻ തോന്നിയില്ല. അതിനാൽ അവൻ ഇപ്രകാരം വാദിച്ചു: എൻ്റെ കനിഷ്ഠ സഹോദരനിൽ നിന്ന് ഇത്രയും അഹങ്കാരം സഹിക്കുവാൻ എനിക്കാവില്ല. രാമനുമായി എനിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്നിരിക്കെ ക്ഷത്രിയനും ഗുണവാനുമായ രാമൻ തന്നോട് യാതൊരു ശത്രുതയുമില്ലാത്ത ഒരു നിരപരാധിയെ ദ്രോഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കോപത്താൽ ചീറ്റിക്കൊണ്ട് ബാലി പട്ടണത്തിന് പുറത്തേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ ഓടിവന്നു. അത്യുഗ്രമായ പോരാട്ടം ആരംഭിച്ചു. പതിവ് പോലെ ബാലിക്ക് പോരിൽ മേൽക്കോയ്മ ലഭിച്ചപ്പോൾ സുഗ്രീവൻ രാമന് സൂചനകൾ അയച്ചു, താൻ വിവശനായിത്തീരുന്നുവെന്ന്. സുഗ്രീവൻ അസ്തപ്രജ്ഞനാവാറായി.
എന്ന് തീർച്ചയായപ്പോൾ രാമൻ ഒരു ശക്തിയേറിയ അസ്ത്രം തൻ്റെ ഞാണിൽ തൊടുത്തുവിട്ടു. വായുവിലൊരു മിന്നൽ പിണരെന്നോണം തിളങ്ങിയ ബാണം ബാലിയുടെ വക്ഷസിനെ ആഴത്തിൽ പിളർന്നു. രക്തത്തിൽ മുങ്ങിക്കുളിച്ച് നിലം പതിച്ച ശേഷവും ബാലിയുടെ ജീവൻ ശരീരത്തെ വെടിഞ്ഞില്ല. കാരണം അച്ഛനായ ഇന്ദ്രൻ സമ്മാനിച്ച ഒരു ദിവ്യ കാഞ്ചനമാല ബാലിയുടെ കഴുത്തിൽ അണിയപ്പെട്ടിരുന്നു. രാമലക്ഷ്മണന്മാർ തോപ്പിനുള്ളിൽ നിന്ന് പുറത്തു കടന്ന് മാരകമായി മുറിവേറ്റ് കിടക്കുന്ന ബാലിയുടെ അരികത്ത് വന്നു. ധർമ്മരോഷം പൂണ്ട ബാലി കാഠിന്യവും അവജ്ഞയും നിറഞ്ഞ പദങ്ങളാൽ രാമനെ അധിക്ഷേപിച്ചു. അങ്ങ് ധർമ്മിഷ്ഠനും ധീരനും ദയാലുവുമാണെന്നായിരുന്നു ഞാൻ കേട്ടിരുന്നത്. പക്ഷേ അങ്ങ് ഇത്രയ്ക്ക് നികൃഷ്ടനാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പാഴ്ചെടികളാൽ മറഞ്ഞുകിടക്കുന്ന കിണർ പോലെ ധർമാചരണം പുറമേയുള്ള നാട്യം മാത്രമായിരുന്നു. ഈ പാപകൃത്യത്തിലൂടെ അങ്ങയുടെ ഹൃദയം എത്രമാത്രം അധർമ്മം നിറഞ്ഞതാണെന്ന് വെളിപ്പെട്ടിരിക്കുന്നു. അങ്ങ് എന്നെ ആക്രമിക്കുകയില്ലെന്ന പരിപൂർണ വിശ്വാസത്താലാണ് ഞാൻ സുഗ്രീവനുമായി യുദ്ധം ചെയ്തത്. മറ്റൊരാളുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ അയാളോട് യാതൊരു ശത്രുതയുമില്ലാത്ത മറ്റൊരാൾക്ക്, പ്രത്യേകിച്ചും ക്ഷത്രിയനെന്നും ധീരനെന്നും അവകാശപ്പെടുന്ന മറ്റൊരാൾക്ക് എങ്ങനെ കൊല്ലുവാൻ കഴിയുന്നു? ഞാൻ അങ്ങയെ ഒരിക്കലും ഉപദ്രവിക്കുകയോ അപമാനിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ ഒരിക്കലും അങ്ങയുടെ സാമ്രാജ്യത്തെ ആക്രമിച്ചിട്ടില്ല. എന്നെ അന്യായമായി കീഴടക്കിയതുകൊണ്ട് അങ്ങേക്ക് എന്തു നേട്ടമാണുണ്ടായത്? ധർമാത്മാക്കളുടെ മുന്നിൽ ഈ ഹീനകൃത്യത്തെ അങ്ങ് എപ്രകാരമാണ് ന്യായീകരിക്കുക? സത്യസന്ധമായി എന്നോട് പൊരുതിയിരുന്നെങ്കിൽ ഇപ്പോൾ നിലത്തു വീണു കിടക്കുന്നത് അങ്ങയായിരുന്നേനെ, ഒരിക്കലും ഞാനല്ല. ഉറങ്ങിക്കിടക്കുന്ന ഒരുവനെ ദംശിച്ചു കൊല്ലുന്ന സർപ്പത്തെ പോലെ ഒരു ഒളിയമ്പിനാലാണ് അങ്ങ് എന്നെ അപായപ്പെടുത്തിയത്. ഇത്രയും ലജ്ജാവഹമായ ഒരു കർമ്മത്തെ ന്യായീകരിക്കുവാൻ അങ്ങേക്ക് ആകുമോ? ഞാൻ അങ്ങയെ വെല്ലുവിളിക്കുന്നു, പറയൂ. രാമൻ ഇങ്ങനെ പ്രതികരിച്ചു. നിനക്ക് സദാചാരബോധം തെല്ലുമില്ലെന്നതിൻ്റെ തെളിവാണ് ഈ കുറ്റാരോപണങ്ങൾ. വാനരന്മാർ മനോനിയന്ത്രണമില്ലാത്തവരാകയാൽ പൊതുവെ കാര്യങ്ങളെ നിസാരവൽക്കരിച്ച് വീക്ഷിക്കുന്നു. നീയൊരു വാനരൻ, നിന്റെ മന്ത്രിമാരും വാനരന്മാർ. അതിനാൽ നിനക്ക് ധർമ്മത്തെക്കുറിച്ചറിയുവാൻ മാർഗമില്ല. പർവ്വതങ്ങളും വനങ്ങളും നദികളും ഉൾപ്പെടെയുള്ള ഈ ഭൂമി മുഴുവനും ഭരിക്കുന്നത് ഇക്ഷ്വാകു വംശജരാണ്. ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന രാജാക്കന്മാർക്ക് ഈ ഭൂമിയിലെ സർവ്വ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ സർവാധികാരമുണ്ട്. അവർക്കിഷ്ടമുള്ളതുപോലെ ആരെയും ശിക്ഷിക്കുവാനും ആദരിക്കുവാനുമുള്ള ശക്തിയും അധികാരവും അവർക്കുണ്ട്. മാംസദാഹത്തിനും അത്യാഗ്രഹത്തിനും അടിമയായി നീയാണ് പാപപ്രവൃത്തി അനുഷ്ഠിച്ചത്. നിന്റെ സ്വന്തം അനുജന്റെ ഭാര്യയായ രുമയെ നീ നിന്റെ ഭാര്യയാക്കി അനുഭവിക്കുന്നു. ഈ പാപകൃത്യത്തിനുള്ള ശിക്ഷയാണ് ഞാൻ എൻ്റെ കൈവഴി നിനക്ക് സമ്മാനിച്ച മരണം. സ്വന്തം പുത്രിയെ, പുത്രഭാര്യയെ, സഹോദരിയെ, അനുജന്റെ ഭാര്യയെ, ഇവരിൽ ആരെയെങ്കിലും കാമസംതൃപ്തിക്ക് ഉപയോഗിക്കുന്നവനുള്ള ശിക്ഷ മരണം തന്നെയാണ്. ഇത്തരമൊരു പാപിയെ ശിക്ഷിക്കാതിരിക്കുന്ന പക്ഷം ആ രാജാവും പാപിയായി മാറും. ഇക്കാരണത്താലാണ് നിന്നെ വധിച്ച് കളത്രത്തെയും സാമ്രാജ്യത്തെയും വീണ്ടെടുത്ത് തരാമെന്ന് ഞാൻ സുഗ്രീവന് സത്യം ചെയ്തു കൊടുത്തത്. മാത്രമല്ല, വേട്ടയാടുന്ന വേളയിൽ അശ്രദ്ധയോടെ നിൽക്കുന്ന മൃഗങ്ങളെ ഒളിയമ്പുകളാൽ കീഴടക്കുകയെന്നത് സാധാരണമത്രേ. നീ കേവലമൊരു മർക്കടം മാത്രമാകയാൽ എൻ്റെ പ്രവൃത്തിയിൽ യാതൊരു കളങ്കവും ആരോപിക്കാവുന്നതല്ല. ഈ പറഞ്ഞതെല്ലാം കേട്ട് തൻ്റെ ഹീനപ്രവൃത്തികൾ ഓർത്ത് ബാലി വളരെയധികം ലജ്ജിച്ചു. കൈകൾ കൂപ്പി അവൻ ഏറ്റുപറഞ്ഞു, അങ്ങ് പറഞ്ഞതെല്ലാം ശരിയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എൻ്റെ വർദ്ധിച്ച അഹങ്കാരവും അവിവേകവും കാരണം ഞാൻ അങ്ങയെ നിന്ദിക്കുവാൻ ധൈര്യപ്പെട്ടു. എൻ്റെ പാപങ്ങളെക്കുറിച്ച് ബോധവും എനിക്കുണ്ടായിരുന്നില്ല. അല്ലയോ രാമ, എൻ്റെ ഭാര്യ താരയിൽ എനിക്കുണ്ടായ ഏകസന്താനമായ അങ്കദനെ സംരക്ഷിക്കണമെന്ന് ഞാൻ അങ്ങയോട് കേണപേക്ഷിക്കുന്നു. നിശ്ചയമായും എൻ്റെ മരണം അവനെ അതീവ ദുഃഖിതനാക്കും. എൻ്റെ അവിവേകം കാരണം ഞാൻ അങ്ങയെ കുറ്റപ്പെടുത്തിയത് പൊറുക്കണം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.